ഭാര്യയ്ക്ക് ജോലി ലഭിച്ചാൽ മെയിന്റനൻസിനുള്ള സാഹചര്യം മാറുമെന്ന് ഹൈക്കോടതി. ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചാൽ സർക്കംസ്റ്റാൻസ് ചേഞ്ചായതായി കണക്കാക്കാനും മെയിന്റനൻസ് ലിമിറ്റ് ചെയ്യാനും കഴിയും. ഈ കേസിലെ കക്ഷികളുടെ വിവാഹം ഹിന്ദു മതാചാരപ്രകാരം 2017 നടന്നു. 2019 ഭർത്താവിൽ നിന്ന് മെയിന്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ ഫാമിലി കോടതിയെ സമീപിച്ചു. ഭാര്യയുടെ ഭാഗം വാദിച്ചത് വിവാഹശേഷം ഭർത്താവും ഭർതൃവീട്ടുകാരും സ്വിഫ്റ്റ് കാർ ഡവറിയായി ആവശ്യപ്പെട്ടുകൊണ്ട് മാനസികമായും ശാരീരികമായും ഹറാസ് ചെയ്യുകയായിരുന്നു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവരെ വിവാഹം ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതായും ഭർത്താവ് വെളിപ്പെടുത്തിയിരുന്നതാണ്. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് 498A ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. കൂടാതെ തനിക്ക് വർഷങ്ങളോളം ജോലിയില്ലാതിരുന്നതായും തന്റെ രക്ഷിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നു എന്നും ഭർത്താവിന് 50,000 രൂപ വരുമാനമുണ്ടെന്നും വാദിച്ചു. എന്നാൽ ഭർത്താവിന്റെ ഭാഗം ഈ വാദങ്ങളെ നിഷേധിക്കുകയാണുണ്ടായത്. താൻ വിവാഹ സമയത്ത് ഡവറി ആവശ്യപ്പെട്ടിരുന്നില്ല. ഭാര്യ ഭർതൃവീട് ഉപേക്ഷിച്ച് പോയത് മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിനു വേണ്ടിയാണ്. പിന്നീട് അവർ തിരികെ വരാൻ തയ്യാറായിട്ടില്ല. യോജിപ്പിലെത്തുന്നതിനായി മീഡിയേഷൻ ശ്രമങ്ങൾ പലത് നടത്തിയതാണ്. കൂടാതെ ഭാര്യയുടെ പഠനാവശ്യത്തിനായി പരീക്ഷാ കോച്ചിങ്ങിനായി ഭർത്താവാണ് ചിലവഴിച്ചതെന്ന് ക്രോസ് എക്സാമിനേഷൻ ടൈമിൽ ഭാര്യ തന്നെ സമ്മതിച്ചതുമാണ്. ഭാര്യയ്ക്ക് 2024 ഗവൺമെന്റ് ടീച്ചറായി ജോലി ലഭിക്കുകയും സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നിൽ നിന്ന് യാതൊരു മെയിന്റനൻസിനും ഭാര്യയ്ക്ക് അർഹതയില്ലെന്ന് ഭർത്താവിന്റെ ഭാഗം വാദിച്ചു. ഈ കേസിൽ ഫാമിലി കോടതി കേസ് ഫയൽ ചെയ്ത 2019 ജൂലൈ മുതൽ ജോലി ലഭിച്ച 2024 ഫെബ്രുവരി വരെ മന്ത്ലി മെയിന്റനൻസായി 10,000 രൂപ വീതം നൽകണമെന്ന് വിധിച്ചിരുന്നു. ഈ വിധിയിൽ തൃപ്തയാകാതെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വ്യക്തമാക്കിയത് മെയിന്റനൻസ് നിയമം തന്നെ നിലനിൽക്കുന്നത് സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത പങ്കാളിയെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ്. ഭാര്യയ്ക്ക് ജോലി ലഭിച്ചത് മുതൽ സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ജോലി ലഭിക്കുന്നതിന് മുമ്പുള്ള കാലയളവ് വരെയാണ് ഭർത്താവിൽ നിന്ന് സപ്പോർട്ട് ആവശ്യമായി വരുന്നത്. മെയിന്റനൻസ് സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടത്. സുരക്ഷിതമായ നിലനിൽപ്പുള്ള ജീവിതമാർഗം ഉണ്ടാകുന്നതോടുകൂടി ഭർത്താവിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നതായി കണക്കാക്കാം. കോടതി കൂട്ടിച്ചേർത്ത മറ്റൊരു വിഷയം ഭർത്താവിന്റെ വരുമാനത്തേക്കാൾ വളരെ താഴെയാണ് ഭാര്യയുടെ വരുമാനമെങ്കിൽ ഭർത്താവിന്റെ സപ്പോർട്ട് തേടാവുന്നതാണ്. കൂടാതെ വിവാഹത്തെ തുടർന്നുള്ള ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ പ്രയാസപ്പെടുകയാണെങ്കിലും ഭർത്താവിനെ ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ കേസ് ഫയൽ ചെയ്ത ജൂലൈ 2019 ജോലി നേടിയ ഫെബ്രുവരി 2024 ഇടയിലുള്ള പീരീഡിൽ ഭാര്യയ്ക്ക് സഫിഷ്യന്റ് ഇൻകം ഉണ്ടായിരുന്നില്ല. ഫാമിലി കോടതി അനുവദിച്ച ഈ പീരീഡിലെ മന്ത്ലി 10,000 ഭർത്താവ് നൽകേണ്ടതാണ്. ഭാര്യയ്ക്ക് ജോലി ലഭിച്ച സമയം മുതൽ ഭർത്താവ് ചിലവിന് നൽകണമെന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഭാര്യ സമർപ്പിച്ച ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത്. അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അചൽ സച്ചിദേവാണ് ഈ കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.